1500 കോടിയുടെ കെ ഫോൺ മുഖ്യമന്ത്രിയുടെ ബന്ധുക്കൾക്ക് കൊള്ളയടിക്കാൻ CBI അന്വേഷണം വേണമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലും സ്വന്തം ഭരണ നേട്ടങ്ങൾ പറയാനാകാതെ അഴിമതിയും കെടുകാര്യസ്ഥതയും ഭരണപരാജയവും മറച്ചുവെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രചാരണം നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കഴിഞ്ഞ 35 ദിവസമായി എഴുതി തയ്യാറാക്കിയ ഒരേ പ്രസംഗമാണ് മുഖ്യമന്ത്രി വായിക്കുന്നത്. കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും വിമർശിക്കുന്ന പിണറായി വിജയൻ നരേന്ദ്രമോദിയെയും BJPയും വെറുതെ വിടുകയാണ്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന സർക്കാർ എല്ലാത്തിൽ നിന്നും ഒളിച്ചോടുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. 18 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് അവകാശപ്പെട്ട് 1500 കോടി രൂപ മുടക്കി 2017 കൊണ്ടുവന്ന കെ ഫോൺ പദ്ധതി 2024 നടപ്പാക്കാനായില്ല. 20 ലക്ഷം പേർക്ക് സൗജന്യ ഇന്റർനെറ്റ് നൽകുമെന്ന് പറഞ്ഞെടുത്തു നിന്ന് നിയോജക മണ്ഡലങ്ങളിൽ 1000 വീതം 14,000 കുറച്ചു. എന്നാൽ 7,000 പേർക്ക് പോലും കണക്ഷൻ നൽകാതെ നിയോഗിച്ചിരുന്ന കമ്പനികൾ പണി നിർത്തിപ്പോയി. ടെൻഡർ നടപടിക്ക് ശേഷം 1000 കോടിയുടെ പദ്ധതിയിൽ 50% ടെൻഡർ എക്സസ് നൽകി 1500 കോടിയാക്കി. SRITയെ കൂടാതെ മുഖ്യമന്ത്രിയുടെ ബന്ധുവിന്റെ പ്രസാഡിയോ എന്ന കമ്പനിയും കരാറിന് പിന്നിലുണ്ടായിരുന്നു. കോടിക്കണക്കിന് രൂപ കമ്പനികൾക്കെല്ലാം ചേർന്ന് കൊള്ളയടിക്കാനുള്ള അവസരമാണ് കെ ഫോണിലൂടെ സർക്കാർ ഒരുക്കി കൊടുത്തതെന്നും VD സതീശൻ ആരോപിച്ചു. സംസ്ഥാനം രൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നതിനിടെ സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും സർക്കാർ ഖജനാവ് കൊള്ളയടിക്കുന്നതിന് വേണ്ടിയാണ് 1500 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കിയത്. ഈ പദ്ധതിയെക്കുറിച്ച് ഇനിയെങ്കിലും അന്വേഷണം നടത്താൻ തയ്യാറാകണം. മുഖ്യമന്ത്രിക്ക് പങ്കാളിത്തമുള്ള സാഹചര്യത്തിൽ CBI ആണ് ഈ അഴിമതി അന്വേഷിക്കേണ്ടത്. ഇതേ കമ്പനികൾ തന്നെയാണ് AI ക്യാമറ അഴിമതിക്ക് പിന്നിലും. കൺസോർഷ്യത്തിന്റെ ഭാഗമായ SRIT കരാർ വ്യവസ്ഥകളൊന്നും പാലിച്ചില്ലെന്ന പരാതിയും നിലനിൽക്കുന്നുണ്ട്. 18 മാസം കൊണ്ട് പൂർത്തിയാക്കേണ്ട പദ്ധതി 7 കൊല്ലമായിട്ടും പൂർത്തിയാക്കാത്ത സ്വന്തക്കാരുടെ കമ്പനിക്കെതിരെ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. കെ ഫോൺ കൊള്ളയിൽ ഗൗരവതരമായ അന്വേഷണം നടത്തണം. മാസപ്പടി ഉൾപ്പെടെയുള്ള അഴിമതികളും ഭരണപരാജയവും കെടുകാര്യസ്ഥതയും സംബന്ധിച്ച ഒരു ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടി നൽകില്ലെന്ന് പറഞ്ഞ അദ്ദേഹം സംസ്ഥാനത്തെ 1 കോടി ആളുകൾക്ക് പെൻഷൻ ലഭിക്കുന്നില്ലെന്നും സർക്കാർ ആശുപത്രികളിൽ മരുന്നും മാവേലി സ്റ്റോറുകളിൽ സാധനങ്ങളൊന്നുമില്ലെന്നും കൂട്ടിച്ചേർത്തു. രാഹുൽ ഗാന്ധിക്കെതിരെ പിണറായി വിജയൻ സംസാരിക്കുന്നത് BJPയെ സഹായിക്കുന്നതിന് വേണ്ടിയാണ്. തൃശൂരിൽ CPM പരസ്യമായി BJPയെ സഹായിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് തൃശൂർ മേയർ BJP സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി സംസാരിച്ചത്. കരുവന്നൂരിലെ ED അന്വേഷണ ഭീതിയിലാണ് തൃശൂരിലെ CPM നേതാക്കൾ. കരുവന്നൂരിലെ 300 കോടി രൂപ കൊള്ളയടിച്ചതിന്റെ വിവരങ്ങൾ പുറത്തുവന്നാൽ പ്രധാനപ്പെട്ട CPM നേതാക്കൾ അറസ്റ്റിലാകും. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് CPM വോട്ടുകൾ BJP മറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. പിണറായി വിജയനെയും CPMനെയും ഭരിക്കുന്നത് ആ ഭയമാണ് BJP മുതലെടുക്കാൻ ശ്രമിക്കുന്നത്. തൃശൂരിൽ CPM BJP ബന്ധം പരസ്യമായിരിക്കുകയാണ്. എവിടെയൊക്കെ ബന്ധമുണ്ടാക്കിയാലും BJPയെ കേരളത്തിൽ വിജയിപ്പിക്കാൻ UDF അനുവദിക്കില്ല. വന്യമൃഗ ശല്യം രൂക്ഷമായിട്ടും സർക്കാർ കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കുകയാണ്. 92 വില്ലേജുകളെ ഗുരുതരമായി ബാധിക്കുന്ന ESA സംബന്ധിച്ച് പഞ്ചായത്തുകളോട് അഭിപ്രായം ചോദിച്ചിരിക്കുകയാണ്. എന്നാൽ പഞ്ചായത്തിന്റെ കയ്യിൽ ഒരു രേഖയുമില്ല. ഈ സാഹചര്യത്തിൽ വനാതിർത്തികളിൽ ജീവിക്കുന്നവരെ രൂക്ഷമായി ബാധിക്കുന്ന തരത്തിലേക്കാണ് ESA നടപ്പാക്കാൻ പോകുന്നത്. ഇക്കാര്യത്തിൽ 24 മണിക്കൂറിനകം സർക്കാർ തീരുമാനമെടുത്തില്ലെങ്കിൽ UDF ശക്തമായ സമരം ആരംഭിക്കുമെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു.